ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് അതൊരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ ഒരിക്കലും നിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷയില്ല. നമുക്കതൊന്ന് അറബി പറഞ്ഞു നോക്കിയാലോ? അന മാ തവഖഅതു ഹാദാ മിൻക മറ, അന മാ തവഖഅതു ഹാദാ മിൻക അബദൻ. രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, അന മാ തവഖഅതു, ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഉണ്ടാവല്ലോ ചിലപ്പോൾ നമ്മൾ അവിചാരിതമായി നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വാക്കുകളോ പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളോ കേൾക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ള ഒന്നാണ് വല്ലാഹി അന മാ തവഖഅതു ഹാദാ മിൻക, നിന്നിൽ നിന്ന്. അത് മറ്റൊരാളെക്കുറിച്ചാണെങ്കിൽ സറാഹൻ സറാഹൻ അന മാ തവഖഅതു ഹാദാ മിൻ, സറാഹൻ ഒരിക്കലും, അല്ലെങ്കിൽ ആക്ച്വലി എന്നൊക്കെ അർത്ഥത്തിന് നമുക്ക് സറാഹൻ എന്നുകൂടി ഉപയോഗിക്കാം. സറാഹൻ അന മാ തവഖഅതു ഹാദാ മിൻ, അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു ടോപ്പ് വാക്കാണത് മാ തവഖഅതു. അവിടെ ചിലപ്പോൾ നമുക്ക് പറയാം പ്രതീക്ഷയുണ്ട്. അന മുതവഖ്ഖ, അന തവഖഅതു, ഞാൻ പ്രതീക്ഷിച്ചു. തവഖഅതു, അപ്പോൾ തവഖഅ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുക എന്നൊരർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം പല സൈസ് പ്രതീക്ഷയുണ്ട്. അനലൈസ് ചെയ്യുമ്പോൾ പല വാക്കും പല സ്ഥലത്തും കൃത്യമായി സൂട്ടാകൂല. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ പഠനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അറബിക്കിയുടെ ക്ലാസ് റൂമിൽ ചേർന്ന് പഠിച്ചാലേ സാധ്യമാണ്. എല്ലാ ആഴ്ചയിലും നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഞാനത് പ്രതീക്ഷിച്ചില്ല. അന മാ തവഖഅതു, നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. അന മാ തവഖഅതു മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അന മാ തവഖഅതു മിൻക മറ, ഈ മറയ്ക്ക് പകരം അബദൻ എന്നുകൂടി വേണേൽ കൂട്ടാം. ഈ അബദൻ പൊതുവെ നെഗറ്റീവിനാണ് പറയാറുള്ളത്. ഇനിയും അന മുതവഖ്ഖ, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നിങ്ങനെ പ്രതീക്ഷയുണ്ട് എന്നതിന് എന്താണ് അത് ഈജാബിയായിട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഷൻ അല്ലാതെ പോസിറ്റീവായിട്ട് ഉണ്ട്, പ്രതീക്ഷയുണ്ട്. മുതവഖ്ഖ അന തവഖ്ഖ, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നും പറയാം. അപ്പോൾ തവഖ്ഖ എന്ന പ്രതീക്ഷ എന്നൊരു വചനമാണ്, നമ്മളൊരു വാക്കാണ്. പല സ്ഥലത്തും നിങ്ങൾക്ക് മാന്യമായി ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതുവരെ പറഞ്ഞത്. കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്കിനെ ഫോളോ ചെയ്യുക. ഓക്കെ, മാസ്സലാം.